everyone, welcome back to my channel. ഞാൻ ശ്രുതി. നമ്മൾ മലയാളം സംസാരിച്ചു തുടങ്ങിയത് ഗ്രാമർ റൂൾസ് ഒന്നും പഠിച്ചിട്ടല്ല. നമ്മുടെ വീട്ടിലുള്ളവർ മലയാളം സംസാരിക്കുന്നത് കേട്ടാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ഇതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലുള്ള സംഭാഷണങ്ങൾ കുറെ കേൾക്കുകയാണെങ്കിൽ അത് നമ്മൾ സംസാരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കേട്ടാൽ മാത്രം പോരാ, നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും കൂടെ വേണം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോൺവെർസേഷൻ വീഡിയോ ആയിട്ടാണ്. കുറെ നാളായി നമ്മൾ കോൺവെർസേഷൻ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമാണ്. ഇവിടെ നമ്മൾ പറയാൻ എളുപ്പത്തിനായിട്ട് മീര, റാം ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മീരയും റാമും സുഹൃത്തുക്കളാണ്. മീരയ്ക്ക് ചിക്കൻ ബോക്സ് വന്ന് സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. റാം മീരയെ കാണാൻ വേണ്ടി മീരയുടെ വീട്ടിൽ പോവുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആദ്യം തന്നെ റാം മീരയെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിഷ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ് മീര. ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം. അത് കഴിഞ്ഞ് ഒരു 5 മണി വരെ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. 5 മണിക്ക് ശേഷം ഗുഡ് ഈവനിങ് വെച്ച് പറയാം. മീര തിരിച്ച് റാമിനോടും ഗുഡ് മോർണിംഗ് പറയാണ്. ഗുഡ് മോർണിംഗ് റാം. പിന്നെ റാം മീരയോട് ചോദിക്കുകയാണ്, നിനക്ക് അസുഖമാണെന്ന് കേട്ടു, ഇപ്പം എങ്ങനെയുണ്ട്? ഐ ഹേർഡ് യു വർ ഇൽ. ഹൗ ആർ യു ഫീലിംഗ് നൗ? ഐ ഹേർഡ് യു വർ ഇൽ. ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു, ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു. ഇൽ എന്ന് പറഞ്ഞാൽ രോഗം അല്ലെങ്കിൽ അസുഖം എന്നൊക്കെയാണ് അർത്ഥം. ഐ ഹേർഡ് യു വർ ഇൽ. നിനക്ക് അസുഖമാണെന്ന് കേട്ടു. ഹൗ ആർ യു ഫീലിംഗ് നൗ? ഹൗ ആർ യു ഫീലിംഗ് നൗ? ഇപ്പോൾ എങ്ങനെയുണ്ട്? അതായത് ഒരാളുടെ നിലവിലെ ശാരീരിക അവസ്ഥയെക്കുറിച്ചിട്ട് ചോദിക്കണമെങ്കിൽ നമുക്ക് ഹൗ ആർ യു ഫീലിംഗ് നൗ എന്ന് ചോദിക്കാം. നിനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇതിന് മറുപടിയായിട്ട് മീര പറയുകയാണ്, ഇന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നല്ല സുഖമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് സുഖമില്ലെന്ന് ആരാ പറഞ്ഞത്? എ ലോട്ട് ബെറ്റർ ടുഡേ. ഹൂ ടോൾഡ് യു ഐ വാസ് ഇൽ? ബെറ്റർ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട, അല്ലെങ്കിൽ കുറെ കൂടി ഭേദമായ, ആരോഗ്യം പ്രാപിക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. എ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. എ ലോട്ട് ബെറ്റർ ടുഡേ. ഇന്ന് ഒരുപാട് മെച്ചം, അല്ലെങ്കിൽ ഇന്ന് നല്ല സുഖമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൂ ടോൾഡ് യു ഐ വാസ് ഇൽ? ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഇൽ നമ്മൾ നേരത്തെ പറഞ്ഞു രോഗം അല്ലെങ്കിൽ അസുഖം. ഹൂ ടോൾഡ് യു ഐ വാസ് ഇൽ? എനിക്ക് അസുഖമാണെന്ന് ആരാ പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലെന്ന് ആരാ പറഞ്ഞത്? ഇത് കേട്ട് റാം പറയുകയാണ്, ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ നിന്റെ സഹോദരനെ കണ്ടു. അവനാണ് പറഞ്ഞത് നിനക്ക് സുഖമില്ലെന്ന്. ദിസ് മോർണിംഗ് വൈൽ ഗോയിങ് ടു മാർക്കറ്റ് ഐ മെറ്റ് യുവർ ബ്രദർ. ഹി ടോൾഡ് മീ യു വർ ഇൽ. ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ, വൈൽ ഗോയിങ് ടു മാർക്കറ്റ്. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. വൈൽ ഗോയിങ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്ന സമയത്ത്. ഐ മെറ്റ് യുവർ ബ്രദർ. മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. ഐ മെറ്റ് യുവർ ബ്രദർ. ഞാൻ നിന്റെ സഹോദരനെ കണ്ടുമുട്ടി. ഹി ടോൾഡ് മീ. അവൻ എന്നോട് പറഞ്ഞു. ഹി ടോൾഡ് മീ യുവർ ഇൽ. നിനക്ക് അസുഖമാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പം മീര പറയാണ്, പക്ഷെ അവൻ നിന്നെ കണ്ടതായി എന്നോട് പറഞ്ഞില്ല. ബട്ട് ഹി ഡിഡിൻ ടെൽ മീ ഹി ഹാഡ് മെറ്റ് യു. ബട്ട് ഹി ഡിഡിൻ ടെൽ മീ. പക്ഷെ അവൻ എന്നോട് പറഞ്ഞില്ല. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. ഹി ഹാഡ് മെറ്റ് യു. അവൻ നിന്നെ കണ്ടുമുട്ടിയിരുന്നു. ബട്ട് ഹി ഡിഡിൻ ടെൽ മീ ഹി ഹാഡ് മെറ്റ് യു. പക്ഷെ അവൻ നിന്നെ കണ്ടുമുട്ടിയിരുന്നു എന്ന് എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അവൻ നിന്നെ കണ്ടതായി എന്നോട് പറഞ്ഞില്ല. ഇത് കേട്ട് റാം പറയാണ്, അവൻ പറയാൻ മറന്നുപോയതാവാം. ഹി മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ടു ടെൽ യു. മൈറ്റ് എന്ന് പറഞ്ഞാൽ ആവാം. ഫോർഗോട്ടൺ മറന്നു അല്ലെങ്കിൽ മറന്നുപോയ. ഹി മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ടു ടെൽ യു. അവൻ നിന്നോട് പറയാൻ മറന്നുപോയതാവാം. പിന്നെ മീര റാമിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഡിഡിൻറ്റ് യു ഗോ ടു കോളേജ് ടുഡേ? ഡിഡിൻറ്റ് യു ഗോ ടു കോളേജ് ടുഡേ? നീ ഇന്ന് കോളേജിൽ പോയില്ലേ? അപ്പോൾ റാം പറയാണ്, ഇന്നോ? നോക്കൂ, ഇന്ന് ഞായറാഴ്ചയാണ്. ടുഡേ ലുക്ക് ഇറ്റ്സ് സൺഡേ ടുഡേ. ടുഡേ ഇന്നോ? ലുക്ക് നോക്കൂ, ഇറ്റ്സ് സൺഡേ ടുഡേ. ഇന്ന് ഞായറാഴ്ചയാണ്. ഇത് കേട്ട് മീര പറയാണ്, ഓ ഞാൻ മറന്നു. ഓ ഐ ഫോർഗോട്ട്. ഐ ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നു, അല്ലെങ്കിൽ എനിക്കിന്ന് വരാൻ പറ്റില്ലായിരുന്നു. റാമാണ് പറയുന്നത്. അതർവൈസ് ഐ കുഡിൻറ്റ് ഹാവ് കം ടുഡേ. അതർവൈസ് ഐ കുഡിൻറ്റ് ഹാവ് കം ടുഡേ. അതർവൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം എന്നൊക്കെയാണ് അർത്ഥം. ഐ കുഡിൻറ്റ് ഹാവ് കം ടുഡേ. എനിക്കിന്ന് വരാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്കിന്ന് വരാൻ കഴിയുമായിരുന്നില്ല. അതർവൈസ് ഐ കുഡിൻറ്റ് ഹാവ് കം ടുഡേ. അല്ലെങ്കിൽ എനിക്കിന്ന് വരാൻ പറ്റില്ലായിരുന്നു. ഇത് കേട്ട് മീര പറയുകയാണ്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ച് നീ ഇവിടെ വന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു ടു കം ഹിയർ ടു ഇൻക്വയർ അബൌട്ട് മൈ ഹെൽത്ത്.
ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു ടു കം ഹിയർ ടു ഇൻക്വയർ അബൌട്ട് മൈ ഹെൽത്ത്. നമുക്കൊരാളോട് വളരെ പൊളൈറ്റായിട്ട് അല്ലെങ്കിൽ മര്യാദയോട് കൂടി താങ്ക് യു അല്ലെങ്കിൽ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് സോ കൈൻഡ് ഓഫ് യു പറയുന്നത്. ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു ടു കം ഹിയർ. നീ ഇവിടെ വന്നതിൽ നന്ദിയുണ്ട്. ടു ഇൻക്വയർ അബൌട്ട് മൈ ഹെൽത്ത്. ഇൻക്വയർ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക അല്ലെങ്കിൽ വിവരം തേടുക എന്നാണ് അർത്ഥം. അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു ടു കം ഹിയർ ടു ഇൻക്വയർ അബൌട്ട് മൈ ഹെൽത്ത്. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ച് നീ ഇവിടെ വന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. വീണ്ടും റാം പറയുകയാണ്, അടുത്ത ആഴ്ച നിനക്ക് കോളേജിൽ പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു ഗോ ടു കോളേജ് നെക്സ്റ്റ് വീക്ക്. ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു ഗോ ടു കോളേജ് നെക്സ്റ്റ് വീക്ക്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, പ്രത്യാശ അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെയാണ് അർത്ഥം. ഐ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രത്യാശിക്കുന്നു. ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു ഗോ ടു കോളേജ്. ഏബിൾ എന്ന് പറഞ്ഞാൽ കഴിവുള്ള, പ്രാപ്തിയുള്ള അല്ലെങ്കിൽ പര്യാപ്തമായ എന്നൊക്കെയാണ് അർത്ഥം. യു വിൽ ബി ഏബിൾ ടു ഗോ ടു കോളേജ്. നിനക്ക് കോളേജിൽ പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എപ്പോഴാണ്? നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച നിനക്ക് കോളേജിൽ പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന് മറുപടിയായിട്ട് മീര പറയുകയാണ്, ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എനിക്ക് നല്ല സുഖം തോന്നുന്നു. കുമിളകളെല്ലാം നേരത്തെ തന്നെ പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റാമിനോട് ചോദിക്കുകയാണ്, റാം, ചിക്കൻ ബോക്സ് ഒരു പകർച്ചവ്യാധിയാണോ? ഐ ഹോപ്പ് സോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നൗ ഐ എം ഫീലിംഗ് ഫാർ ബെറ്റർ. നൗ ഇപ്പോൾ. ഐ എം ഫീലിംഗ് ഫാർ ബെറ്റർ. ഫാർ ബെറ്റർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലത് അല്ലെങ്കിൽ എത്രയോ നല്ലത് എന്നാണ് അർത്ഥം. നൗ ഐ എം ഫീലിംഗ് ഫാർ ബെറ്റർ. ഇപ്പോൾ എനിക്ക് വളരെ സുഖം തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല സുഖം തോന്നുന്നു. ദ സ്പോട്സ് ഹാവ് ഓൾറെഡി ബ്രോക്കൺ. ഇവിടെ സ്പോട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിക്കൻ ബോക്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ കുമിളകളെയാണ്. ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ തകർന്ന അല്ലെങ്കിൽ പൊട്ടിയ എന്നാണ് അർത്ഥം. ദ സ്പോട്സ് ഹാവ് ഓൾറെഡി ബ്രോക്കൺ. കുമിളകളെല്ലാം ഓൾറെഡി പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ പൊട്ടിയിട്ടുണ്ട്. റാം, ഈസ് ചിക്കൻ പോക്സ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്? ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ പകരുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്ന. ഡിസീസ് എന്ന് പറഞ്ഞാൽ അസുഖം അല്ലെങ്കിൽ രോഗം. ഈസ് ചിക്കൻ പോക്സ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്? ചിക്കൻ ബോക്സ് ഒരു പകരുന്ന രോഗമാണോ അല്ലെങ്കിൽ പകർച്ചവ്യാധിയാണോ? അപ്പോൾ റാം പറയുകയാണ്, തീർച്ചയായും, എന്നാൽ എപ്പോഴും പകരണമെന്നില്ല. കഴിഞ്ഞ വർഷം എൻ്റെ ബന്ധുവിനെ അവൻ്റെ ദേഹത്ത് ചിക്കൻ ബോക്സ് കുമിളകൾ പൊങ്ങിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനൊപ്പം കാണാൻ പോയി. സത്യത്തിൽ എനിക്ക് രോഗം പകരുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. എന്നാൽ രോഗം എനിക്ക് പകർന്നില്ല. അതേസമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് രോഗം പിടിപെടുകയും ചെയ്തു. ഓഫ് കോഴ്സ്, ബട്ട് നോട്ട് ഓൾവേസ്. ലാസ്റ്റ് ഇയർ വിത്ത് എ ഫ്രണ്ട് ഐ വിസിറ്റഡ് എ റിലേറ്റീവ് ഓഫ് മൈൻ വെൻ ചിക്കൻ ബോക്സ് റാഷസ് അപ്പിയർഡ് ഓൺ ഹിസ് സ്കിൻ. ഇൻ ഫാക്ട് I was afraid I would catch it, but it didn't infect me. At the same time, the friend with me caught the disease. Of course എന്ന് പറഞ്ഞാൽ തീർച്ചയായും. But not always. Always എന്ന് പറഞ്ഞാൽ എപ്പോഴും. But not always. പക്ഷേ എപ്പോഴുമല്ല. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. വിത്ത് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. ഐ വിസിറ്റഡ്, ഞാൻ വിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ സന്ദർശിച്ചു. എ റിലേറ്റീവ് ഓഫ് മൈൻ. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ബന്ധു. റിലേറ്റീവ് ഓഫ് മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുവിനെ സന്ദർശിച്ചു. വെൻ ചിക്കൻ പോക്സ് റാഷസ് അപ്പിയർഡ് ഓൺ ഹിസ് സ്കിൻ. റാഷസ് എന്ന് പറഞ്ഞാൽ ചൂട് പൊങ്ങുന്നതിന് അല്ലെങ്കിൽ തടിപ്പ്, തിണർപ്പ്, കുമിള, ഇതിനൊക്കെ റാഷസ് എന്നാണ് പറയുന്നത്. അപ്പിയർഡ് എന്ന് പറഞ്ഞാൽ കാണുക അല്ലെങ്കിൽ വെളിപ്പെടുക, പ്രത്യക്ഷപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. വെൻ ചിക്കൻ പോക്സ് റാഷസ് അപ്പിയർഡ് ഓൺ ഹിസ് സ്കിൻ. അവൻ്റെ ദേഹത്ത് ചിക്കൻ ബോക്സ് കുമിളകൾ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് കുമിളകൾ പൊങ്ങിയ സമയത്ത്. ഇൻഫാക്ട് ഐ വാസ് അഫ്രൈഡ് ഐ വുഡ് ക്യാച്ച് ഇറ്റ്. ഇൻഫാക്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിച്ച അല്ലെങ്കിൽ ഭയമുള്ള. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക അല്ലെങ്കിൽ പിടികൂടുക. ഇൻഫാക്ട് സത്യത്തിൽ ഐ വാസ് അഫ്രൈഡ് ഐ വുഡ് ക്യാച്ച് ഇറ്റ്. എന്നെ രോഗം പിടികൂടുമെന്ന് ഞാൻ പേടിച്ചിരുന്നു അല്ലെങ്കിൽ എനിക്ക് രോഗം പകരുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. ബട്ട് ഇറ്റ് ഡിഡിൻറ്റ് ഇൻഫെക്ട് മീ. ഇൻഫെക്ട് എന്ന് പറഞ്ഞാൽ പകരുക, പക്ഷെ അതെനിക്ക് പകർന്നില്ല. അറ്റ് ദ സെയിം ടൈം. അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാൽ അതേ സമയം. ദ ഫ്രണ്ട് വിത്ത് മീ കോട്ട് ദ ഡിസീസ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് രോഗം പിടിപെട്ടു. ഇതെല്ലാം കേട്ടിട്ട് മീര പറയുകയാണ്, എൻ്റെ ചിക്കൻ ബോക്സ് നിനക്ക് പകരുമെന്ന് നീ പേടിക്കുന്നില്ലെന്നർത്ഥം. ഇറ്റ് മീൻസ് യു ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ക്യാച്ചിങ് ചിക്കൻ ബോക്സ് ഫ്രം മീ. ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിനർത്ഥം. ഇറ്റ് മീൻസ് യു ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ക്യാച്ചിങ് ചിക്കൻ ബോക്സ് ഫ്രം മീ. എന്നിൽ നിന്ന് ചിക്കൻ ബോക്സ് നിനക്ക് പകരുമെന്ന് അല്ലെങ്കിൽ പിടിപെടുമെന്ന് നീ പേടിക്കുന്നില്ലെന്നർത്ഥം. ഇത് കേട്ട് റാം പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാ ചികിത്സിക്കുന്നത്?
യു ആർ റൈറ്റ്. യു ആർ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ് അല്ലെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. അണ്ടർ ഹൂസ് ട്രീറ്റ്മെൻറ്റ് ആർ യു. ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ, ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചികിത്സ. അണ്ടർ ഹൂസ് ട്രീറ്റ്മെൻറ്റ് ആർ യു. നീ ആരുടെ ചികിത്സയിലാണ് അല്ലെങ്കിൽ നിന്നെ ആരാ ചികിത്സിക്കുന്നത്? ഇതിനുത്തരമായിട്ട് മീര പറയുകയാണ് ഡോക്ടർ നവീൻ ശങ്കർ ആണ് ചികിത്സിക്കുന്നത്. അണ്ടർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡോക്ടർ നവീൻ ശങ്കർ. അണ്ടർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡോക്ടർ നവീൻ ശങ്കർ. ഇത് കേട്ട് റാം പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം, നല്ല ഡോക്ടറാണ്, അദ്ദേഹത്തിന് പണത്തോട് ആർത്തിയില്ല, അനാവശ്യമായ മരുന്നുകൾ എഴുതി കൊടുക്കുകയുമില്ല. ഐ നോ ഹിം, ഹീസ് എ ഗുഡ് ഡോക്ടർ, ഹീസ് നോട്ട് ഗ്രീഡി ഫോർ മണി ആൻഡ് ഹി ഡസൻ പ്രിസ്ക്രൈബ് അൺനെസസറി മെഡിസിൻസ്. ഐ നോ ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഹീസ് എ ഗുഡ് ഡോക്ടർ, അദ്ദേഹം ഒരു നല്ല ഡോക്ടറാണ്. ഹീസ് നോട്ട് ഗ്രീഡി ഫോർ മണി. ഗ്രീഡി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമുള്ള അല്ലെങ്കിൽ അത്യാർത്തിയുള്ള എന്നാണ് അർത്ഥം. ഹീസ് നോട്ട് ഗ്രീഡി ഫോർ മണി. അദ്ദേഹത്തിന് പണത്തോട് ആർത്തിയില്ല അല്ലെങ്കിൽ അദ്ദേഹം പണത്തോട് അത്യാഗ്രഹിയല്ല. ആൻഡ് ഹി ഡസൻ പ്രിസ്ക്രൈബ് അൺനെസസറി മെഡിസിൻസ്. പ്രിസ്ക്രൈബ് എന്ന് വെച്ചാൽ മരുന്ന് നിർദ്ദേശിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അൺനെസസറി എന്ന് പറഞ്ഞാൽ അനാവശ്യമായ അല്ലെങ്കിൽ വേണ്ടാത്ത. മെഡിസിൻ മരുന്ന്. ഹി ഡസൻ പ്രിസ്ക്രൈബ് അൺനെസസറി മെഡിസിൻസ്. അദ്ദേഹം അനാവശ്യമായ മരുന്നുകൾ എഴുതി കൊടുക്കില്ല. അപ്പം മീര പറയുകയാണ് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം വിശ്രമിക്കാൻ അദ്ദേഹം എന്നെ ഉപദേശിച്ചു. ഹി അഡ്വൈസ് മീ ടു ടേക്ക് സം റെസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം. ഹി അഡ്വൈസ് മീ, അദ്ദേഹം എന്നെ ഉപദേശിച്ചു. ടു ടേക്ക് സം റെസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. എ ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം വിശ്രമിക്കാൻ അദ്ദേഹം എന്നെ ഉപദേശിച്ചു. ഇത് കേട്ട് റാം പറയാണ് വിശ്രമം അത്യാവശ്യമാണ്, ആവശ്യമായ വിശ്രമം എടുത്താൽ നിന്റെ ആരോഗ്യം മെച്ചപ്പെടും. റെസ്റ്റ് ഈസ് നെസസറി. യുവർ ഹെൽത്ത് വിൽ ഇംപ്രൂവ് ഇഫ് യു ടേക്ക് ദ നെസസറി റെസ്റ്റ്. നെസസറി എന്ന് പറഞ്ഞാൽ ആവശ്യമായ അല്ലെങ്കിൽ അനിവാര്യമായ. റെസ്റ്റ് ഈസ് നെസസറി. റെസ്റ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ വിശ്രമം ആവശ്യമാണ്. യുവർ ഹെൽത്ത് വിൽ ഇംപ്രൂവ്. ഹെൽത്ത് ആരോഗ്യം. ഇംപ്രൂവ് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുക അല്ലെങ്കിൽ ഭേദപ്പെടുക. നിന്റെ ആരോഗ്യം മെച്ചപ്പെടും ഇഫ് യു ടേക്ക് ദ നെസസറി റെസ്റ്റ്. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ. ഇഫ് യു ടേക്ക് ദ നെസസറി റെസ്റ്റ്. ആവശ്യമായ വിശ്രമം എടുത്താൽ. വീണ്ടും മീര പറയാണ് റാം എപ്പോഴും കട്ടിലിൽ കിടക്കുന്നത് എനിക്ക് ശരിക്കും ബോറടിക്കുന്നു. റാം ഐ റിയലി ഗെറ്റ് ബോർഡ് വിത്ത് ലൈയിങ് ഇൻ ബെഡ് ഓൾ ദ ടൈം. റിയലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ. ഐ റിയലി ഗെറ്റ് ബോർഡ്. ബോർഡ് എന്ന് പറഞ്ഞാൽ മടുപ്പിക്കുന്ന. ഐ റിയലി ഗെറ്റ് ബോർഡ്, എനിക്ക് സത്യത്തിൽ ബോറടിക്കുന്നു. വിത്ത് ലൈയിങ് ഇൻ ബെഡ് ഓൾ ദ ടൈം. ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക. ഓൾ ദ ടൈം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. എപ്പോഴും കട്ടിലിൽ കിടക്കുന്നത് എനിക്ക് സത്യത്തിൽ ബോറടിക്കുന്നു. ഇതിന് മറുപടിയായിട്ട് റാം പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ്, വിരസത മാറ്റാൻ കട്ടിലിൽ കിടന്ന് എന്തെങ്കിലും വായിക്കുകയും TV കാണുകയും ചെയ്യാം. യു ആർ റൈറ്റ്. യു ക്യാൻ റീഡ് സംതിങ് ആൻഡ് വാച്ച് TV വൈൽ ലൈയിങ് ഇൻ ബെഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ബോർഡം. യു ആർ റൈറ്റ് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് ശരിയാണ്. യു ക്യാൻ റീഡ് സംതിങ്, നിനക്ക് എന്തെങ്കിലും വായിക്കാം. യു ക്യാൻ റീഡ് സംതിങ് ആൻഡ് വാച്ച് TV, നിനക്ക് എന്തെങ്കിലും വായിക്കാനും TV കാണാനും കഴിയും. വൈൽ ലൈയിങ് ഇൻ ബെഡ്, ബെഡിൽ കിടക്കുമ്പോൾ. ടു ഗെറ്റ് റിഡ് ഓഫ് ബോർഡം. ബോർഡം എന്ന് പറഞ്ഞാൽ വിരസത. റിഡ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ തരണം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ടു ഗെറ്റ് റിഡ് ഓഫ് ബോർഡം, വിരസത അകറ്റാൻ. അപ്പം മീര പറയാണ് ചിക്കൻ ബോക്സ് ബാധിച്ച ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അത് അസാധ്യമായിരുന്നു. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഞാൻ TV കാണും. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുകയാണ് നിനക്ക് ചായയോ കാപ്പിയോ വേണോ. ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ചിക്കൻ ബോക്സ്. ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ കാലത്തിൽ അല്ലെങ്കിൽ അത്രയും കാലം. ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം. ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സിൻ്റെ ആദ്യ ദിവസങ്ങളിൽ. ഇറ്റ് വാസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായ. ഇറ്റ് വാസ് ഇമ്പോസിബിൾ, അത് അസാധ്യമായിരുന്നു. നൗ ഐ എം ട്രൈങ് ടു റീഡ് സംതിങ്. നൗ ഇപ്പോൾ. ട്രൈ ചെയ്യാൻ വെച്ചാൽ ശ്രമിക്കുക. റീഡ് വായിക്കുക. നൗ ഐ എം ട്രൈങ് ടു റീഡ് സംതിങ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കുന്നു. സംടൈംസ് ഐ വാച്ച് TV. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ TV കാണും. വുഡ് യു ലൈക്ക് സം കോഫി ഓർ ടീ. നിനക്ക് ചായയോ കാപ്പിയോ വേണോ. ഇതിന് മറുപടിയായിട്ട് റാം പറയാണ് വേണ്ട മീര വേണ്ട, ഞാൻ ഈ സമയത്ത് ചായയോ കാപ്പിയോ കുടിക്കാറില്ല, എനിക്കിപ്പോൾ പോകണം. നോ മീര നോ, ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ ഓർ കോഫി അറ്റ് ദിസ് ടൈം, ഐ ഹാവ് ടു ലീവ് നൗ. നോ മീര നോ, വേണ്ട മീര വേണ്ട. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ ഓർ കോഫി അറ്റ് ദിസ് ടൈം. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക. അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത്. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ ഓർ കോഫി അറ്റ് ദിസ് ടൈം. ഈ സമയത്ത് ഞാൻ ചായയോ കാപ്പിയോ കുടിക്കാറില്ല. ഐ ഹാവ് ടു ലീവ് നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പോകണം. അപ്പോൾ മീര പറയാണ് എന്നെ കാണാൻ വന്നതിന് നന്ദി. ഓക്കെ, താങ്ക് യു ഫോർ വിസിറ്റിംഗ് മീ റാം. ഓക്കെ ശരി, താങ്ക് യു ഫോർ വിസിറ്റിംഗ് മീ. എന്നെ സന്ദർശിച്ചതിന് അല്ലെങ്കിൽ എന്നെ കാണാൻ വന്നതിന് നന്ദി റാം.
ഇത് കേട്ട് റാം പറയാണ്, അതിന് നന്ദിയൊന്നും പറയേണ്ടതില്ല, നിനക്ക് നല്ല ആരോഗ്യം നേരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ വിഷ് യു ഗുഡ് ഹെൽത്ത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ വിഷ് യു ഗുഡ് ഹെൽത്ത്. ഐ വിഷ് യു ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല ആരോഗ്യം നേരുന്നു. മീര റാമിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു റാം, ബൈ ബൈ. ഇനി നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം റാം പറയുന്നത് ഞാൻ പറയും, മീര പറയുന്നത് നിങ്ങൾ പറയണം. അത് പറയാനായിട്ട് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കാം. ഗുഡ് മോർണിംഗ് മീര. I heard you were ill. How are you feeling now? This morning, while going to market, I met your brother. He told me you were ill. He might have forgotten to tell you. Today, look, it's Sunday today. Otherwise, I couldn't have come today. I hope you will be able to go to college next week. Of course, but not always. Last year, with a friend, I visited a relative of mine when chickenpox rashes appeared on his skin. In fact, I was afraid I would catch it, but it didn't infect me. At the same time, the friend with me caught the disease. You are right. Under whose treatment are you? I know him. He's a good doctor. He's not greedy for money and he doesn't prescribe unnecessary medicines. Rest is necessary. Your health will improve if you take the necessary rest. You are right. You can read something and watch TV while lying in bed to get rid of boredom. No, Meera, no. I don't drink tea or coffee at this time. I have to leave now. It's all right. I wish you good health. ഇനി മീര പറയുന്നത് ഞാൻ പറയും, റാം പറയുന്നത് നിങ്ങൾ പറയുക. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയുക. Good morning, Ram. A lot better today. Who told you I was ill? But he didn't tell me he had met you. Didn't you go to college today? Oh, I forgot. It's so kind of you to come here to inquire about my health. I hope so. Now I am feeling far better. The spots have already broken. Ram, is chickenpox an infectious disease? It means you are not afraid of catching chickenpox from me. Under the treatment of Dr. Naveen Shankar. He advised me to take some rest for a few days. Ram, I really get bored with lying in bed all the time. During the first few days of chickenpox, it was impossible. Now I am trying to read something. Sometimes I watch TV. Would you like some coffee or tea?
ഓക്കെ, താങ്ക് യു ഫോർ വിസിറ്റിംഗ് മീ റാം. താങ്ക് യു റാം, ബൈ ബൈ. മലയാളം നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് കേട്ട് കേട്ടാണ്. അതുപോലെ ഇംഗ്ലീഷിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുകയാണെങ്കിൽ അത് നമ്മളെ സംസാരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോൺവെർസേഷൻ വീഡിയോ ആയിട്ടാണ്. ഒരുപാട് നാളായി നമ്മൾ കോൺവെർസേഷൻ ചെയ്തിട്ട്. കേട്ടാൽ മാത്രം പോരാ, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും കൂടെ വേണം. എന്നാലേ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വീഡിയോയുടെ അവസാനം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതും കൂടെ കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, പ്രാക്ടീസ് ചെയ്യാനുള്ളതും കൂടെ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാർക്കറ്റിൽ വെച്ച് നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. പറയാൻ എളുപ്പത്തിനായിട്ട് നമ്മളിവിടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. മീര, വീണ. മീരയും വീണയും സുഹൃത്തുക്കളാണ്. വീണയ്ക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങണം. അപ്പൊ മീരയ്ക്ക് മാർക്കറ്റും അവിടുത്തെ കടകളും ഒക്കെ അറിയാം. മീര വീണയുടെ കൂടെ പോവാണ്. അവിടെ വെച്ച് വീണയും പച്ചക്കറി കടക്കാരനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. മീരയും വീണയും നടന്നു പോവാണ്. മീര വീണയുടെ അടുത്ത് പറയാണ്, ദിസ് ഈസ് ദ മാർക്കറ്റ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ. ഇതാണ് മാർക്കറ്റ്, ഇവിടെ എല്ലാം കിട്ടും. ദിസ് ഈസ് ദ മാർക്കറ്റ്, ഇതാണ് മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി. എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ, എവറിത്തിങ് എല്ലാം. അവൈലബിൾ എന്ന് പറഞ്ഞാൽ ലഭ്യമായ അല്ലെങ്കിൽ സുലഭമായ എന്നൊക്കെയാണ് അർത്ഥം. എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ, ഇവിടെ എല്ലാം ലഭ്യമാണ് അല്ലെങ്കിൽ ഇവിടെ എല്ലാം കിട്ടും. ഇത് കേട്ട് വീണ പറയുകയാണ്, ഐ വോണ്ട് സം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. എനിക്ക് കുറച്ച് പച്ചക്കറികളും പഴങ്ങളും വേണം. വെജിറ്റബിൾസ് പച്ചക്കറികൾ, ഫ്രൂട്ട്സ് പഴങ്ങൾ. ഐ വോണ്ട് സം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. എനിക്ക് കുറച്ച് പച്ചക്കറികളും പഴങ്ങളും വേണം. വീണ്ടും മീര പറയുകയാണ്, വെജിറ്റബിൾ ഷോപ്സ് ആർ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ മാർക്കറ്റ്. ദർ ആർ 2 or 3 വെജിറ്റബിൾ ഷോപ്സ് ഹിയർ. മാർക്കറ്റിൻ്റെ ആ ഭാഗത്താണ് പച്ചക്കറി കടകൾ. ഇവിടെ 2-3 പച്ചക്കറി കടകളുണ്ട്. വെജിറ്റബിൾ ഷോപ്സ് ആർ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ മാർക്കറ്റ്. പാർട്ട് എന്ന് പറഞ്ഞാൽ ഭാഗം അല്ലെങ്കിൽ പങ്ക് എന്നൊക്കെയാണ് അർത്ഥം. ദാറ്റ് പാർട്ട് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ആ ഭാഗം. വെജിറ്റബിൾ ഷോപ്സ് ആർ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ആ ഭാഗത്താണ് പച്ചക്കറി കടകൾ. ദർ ആർ 2 or 3 വെജിറ്റബിൾ ഷോപ്സ് ഹിയർ. ഇവിടെ 2-3 പച്ചക്കറി കടകളുണ്ട്. സംസാരത്തിനിടയ്ക്ക് വീണ ഒരു പച്ചക്കറി കട കണ്ടു. അപ്പോൾ വീണ പറയുകയാണ്, ഹിയർ ഈസ് 1 വെജിറ്റബിൾ ഷോപ്പ്. ഇവിടെ ഒരു പച്ചക്കറി കടയുണ്ട്. പഴങ്ങളും പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ആ കടയിലേക്ക് വീണയും മീരയും കൂടെ കയറുകയാണ്. എന്നിട്ട് വീണ പറയുകയാണ്, ഐ വാണ്ട് 1 kilo ഓഫ് ക്യാരറ്റ്സ് ആൻഡ് 2 kilos ഓഫ് ടൊമാറ്റോസ്. എനിക്ക് 1 കിലോ ക്യാരറ്റും 2 കിലോ തക്കാളിയും വേണം. ഐ വാണ്ട് 1 kilo ഓഫ് ക്യാരറ്റ്സ്. എനിക്ക് 1 കിലോ ക്യാരറ്റ് വേണം. ആൻഡ് 2 kilos ഓഫ് ടൊമാറ്റോസ്. ടൊമാറ്റോ തക്കാളി. 2 kilos ഓഫ് ടൊമാറ്റോസ്. 2 കിലോ തക്കാളി. ഈ പച്ചക്കറികളൊക്കെ എടുത്തുകൊണ്ട് ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ കടക്കാരൻ ചോദിക്കുകയാണ്, എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും? ഇത് കേട്ട് വീണ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദി സ്നേക്ക് കോട്ട്? ഈ പടവലങ്ങയ്ക്ക് എന്താണ് വില? സ്നേക്ക് കോട്ട് എന്ന് പറഞ്ഞാൽ പടവലങ്ങയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദി സ്നേക്ക് കോട്ട്? ഈ പടവലങ്ങയ്ക്ക് എന്താണ് വില? അതിനുത്തരമായിട്ട് ഷോപ്പ് കീപ്പർ പറയുകയാണ്, മാം ഇറ്റ്സ് 35 rupees. 35 രൂപ. ഇവിടെ മാം എന്ന് പറഞ്ഞിട്ടുള്ളത് മാഡം എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. അതായത് നമ്മൾ സ്ത്രീകളെ മാന്യമായിട്ട് അല്ലെങ്കിൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാം ഇറ്റ്സ് 35 rupees. 35 rupees എന്ന് പറഞ്ഞാൽ 35 രൂപ. വില കേട്ടിട്ട് വീണ ഷോപ്പ് കീപ്പറോട് ചോദിക്കുകയാണ്, ഈസിൻറ്റ് ഇറ്റ് ടു മച്ച്? അത് അധികമല്ലേ അല്ലെങ്കിൽ അത് വളരെ കൂടുതലല്ലേ? ടു മച്ച് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ അല്ലെങ്കിൽ വളരെ അധികം. ഈസിൻറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഈസിൻറ്റ് ഇറ്റ് ടു മച്ച്? അത് വളരെ കൂടുതലല്ലേ? ഇതിനുത്തരമായിട്ട് ഷോപ്പ് കീപ്പർ പറയുകയാണ്, നോ മാം, ദിസ് ഈസ് എ വെരി ചീപ്പ് റേറ്റ്. അല്ല മാം, ഇത് വളരെ കുറഞ്ഞ നിരക്കാണ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിലയാണ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ അല്ലെങ്കിൽ ഗുണമേന്മ കുറഞ്ഞ. റേറ്റിൻ്റെ അർത്ഥം നിരക്ക്, വില അല്ലെങ്കിൽ മൂല്യം. ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ നിരക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വില. നോ മാം, ദിസ് ഈസ് എ വെരി ചീപ്പ് റേറ്റ്. അല്ല മാം, ഇത് വളരെ കുറഞ്ഞ നിരക്കാണ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിലയാണ്. വീണ്ടും വീണ പറയാണ്, ഓൾ റൈറ്റ്, ഗീവ് ഇറ്റ് ടു മീ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് മാംഗോസ്? ശരി, അതെനിക്ക് തരൂ. മാമ്പഴത്തിൻ്റെ വില എത്രയാണ്? ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ അങ്ങനെ ആകട്ടെ. ഗിവ് എന്ന് പറഞ്ഞാൽ തരിക അല്ലെങ്കിൽ കൊടുക്കുക. ഗിവ് ഇറ്റ് ടു മീ എന്ന് പറഞ്ഞാൽ അതെനിക്ക് തരൂ അല്ലെങ്കിൽ അതിങ്ങ് തരൂ. അതിൻ്റെ കൂടെ തന്നെ വീണ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് മാംഗോസ്? മാംഗോ എന്ന് പറഞ്ഞാൽ മാമ്പഴം. റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, നിരക്ക് അല്ലെങ്കിൽ വില. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് മാംഗോസ്? മാമ്പഴത്തിൻ്റെ വില എത്രയാണ്? ഷോപ്പ് കീപ്പർ മാമ്പഴത്തിൻ്റെ വില പറയുകയാണ്, മാം 80 rupees per kilogram. കിലോഗ്രാമിന് 80 രൂപ. 80 rupees എന്ന് പറഞ്ഞാൽ 80 രൂപ. 80 rupees per kilogram.
പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാമിന് 80 rupees പെർ കിലോഗ്രാം. കിലോഗ്രാമിന് 80 രൂപ. വില കേട്ട് വീണ പറയാണ്, ഗിവ് മീ 2 kilograms ഓഫ് മാംഗോസ്. ഈസ് ദാറ്റ് ഗ്രേപ്പ് ഫ്രഷ്? 2 കിലോ മാങ്ങ തരൂ. ആ മുന്തിരി പുതിയതാണോ? ഗിവ് മീ 2 kilograms ഓഫ് മാംഗോസ്. എനിക്ക് 2 കിലോ മാങ്ങ തരൂ. ഈസ് ദാറ്റ് ഗ്രേപ്പ് ഫ്രഷ്? ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ മുന്തിരി, ഫ്രഷ് എന്ന് പറഞ്ഞാൽ പുതുമയുള്ള അല്ലെങ്കിൽ പുതിയ, ശുദ്ധമായ, ഇതൊക്കെയാണ് അർത്ഥം. ഈസ് ദാറ്റ് ഗ്രേപ്പ് ഫ്രഷ്? ആ മുന്തിരി ഫ്രഷ് ആണോ? ഇതിന് മറുപടിയായിട്ട് ഷോപ്പ് കീപ്പർ പറയുകയാണ്, മാം, ഓൾ ദി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹിയർ ആർ ഫ്രഷ്. ഇവിടെയുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഫ്രഷ് ആണ്. ഇത് കേട്ട് വീണ പറയുകയാണ്, ഓക്കെ, ഗിവ് മീ 1 kilo ഓഫ് ഗ്രേപ്സ് ടു. ശരി, എനിക്ക് 1 കിലോ മുന്തിരി കൂടി തരൂ. ഓക്കെ, ശരി, ഗിവ് മീ എന്ന് പറഞ്ഞാൽ എനിക്ക് തരൂ 1 kilo ഓഫ് ഗ്രേപ്സ് ടു. 1 കിലോ മുന്തിരിയും. വീണ്ടും വീണ തന്നെയാണ് പറയുന്നത്, പൊട്ടാറ്റോസ്, ഓണിയൻ ആൻഡ് ക്യൂക്കമ്പർ 2 kilos ഈച്ച്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ബീൻസ് പെർ കിലോ? ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെള്ളരി 2 കിലോ വീതം. 1 കിലോ ബീൻസിൻ്റെ വില എന്താണ്? പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, അണിയൻ, ഉള്ളി, ക്യൂക്കമ്പർ, വെള്ളരി 2 kilos ഈച്ച് എന്ന് പറഞ്ഞാൽ 2 കിലോ വീതം. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ബീൻസ് പെർ കിലോ? പ്രൈസ് എന്ന് പറഞ്ഞാൽ വില. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ബീൻസ് പെർ കിലോ? 1 കിലോ ബീൻസിൻ്റെ വില എന്താണ്? ഷോപ്പ് കീപ്പർ വില പറയുകയാണ്, 40 rupees മാം. വാട്ട് എൽസ്? 40 രൂപ മാം. ഇനി എന്താണ് വേണ്ടത്? 40 rupees എന്ന് പറഞ്ഞാൽ 40 രൂപ. വാട്ട് എൽസ് എന്ന് വെച്ചാൽ വേറെന്താ, അല്ലെങ്കിൽ ഇനി എന്താണ് വേണ്ടത്? ഇതിന് ഉത്തരമായിട്ട് മീര പറയുകയാണ്, ഇനഫ്, നത്തിങ് എൽസ്. ഹൗ മച്ച് ഡസ് ഇറ്റ് ഓൾ കം ടു? മതി, ഇനിയൊന്നും വേണ്ട. എല്ലാം കൂടി എത്രയായി? ഇനഫ് എന്ന് പറഞ്ഞാൽ ധാരാളം, മതിയാം വണ്ണം, തൃപ്തിയാവോളം, ഇതൊക്കെയാണ് അർത്ഥം. നത്തിങ് എൽസ് എന്ന് വെച്ചാൽ നത്തിങ്, ഒന്നുമില്ല, അല്ലെങ്കിൽ ഇല്ലായ്മ, അഭാവം എന്നൊക്കെയാണ് അർത്ഥം. എൽസ് എന്ന് പറഞ്ഞാൽ വേറെ അല്ലെങ്കിൽ പുറമെ. നത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനിയൊന്നും വേണ്ട. ഇതിൻ്റെ കൂടെ തന്നെ വീണ ചോദിക്കുന്നുണ്ട്, ഹൗ മച്ച് ഡസ് ഇറ്റ് ഓൾ കം ടു? ഇതെല്ലാം എത്രത്തോളം വരുന്നു, അല്ലെങ്കിൽ എല്ലാം കൂടി എത്രയായി? ഇത് കേട്ട് ഷോപ്പ് കീപ്പർ വീണയോട് വീണ്ടും പറയുകയാണ്, മാം, ടേക്ക് ബ്രിഞ്ചൽ ആൻഡ് സ്പിനച്ച്. ദീസ് ആർ ഓൾസോ ഫ്രഷ്. മാം, ചീരയും വഴുതനയും എടുക്കൂ, ഇതും ഫ്രഷാണ്. ബ്രിഞ്ചൽ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ, സ്പിനച്ച് ചീര. ടേക്ക് ബ്രിഞ്ചൽ ആൻഡ് സ്പിനച്ച്. ചീരയും വഴുതനങ്ങയും എടുക്കൂ. ദീസ് ആർ ഓൾസോ ഫ്രഷ്. ഇവയും ഫ്രഷാണ് അല്ലെങ്കിൽ പുതിയതാണ്. ഇതിന് മറുപടിയായിട്ട് വീണ പറയുകയാണ്, നോ, ഐ ഡോണ്ട് നീഡ് ദോസ് അറ്റ് പ്രസൻറ്റ്. വി ഓൾറെഡി ഹാവ് ഇറ്റ് അറ്റ് ഹോം. ഡു യു ഹാവ് കോളിഫ്ലവർ? ഇല്ല, എനിക്കിപ്പോൾ അവ ആവശ്യമില്ല. ഓൾറെഡി വീട്ടിലുണ്ട്. നിങ്ങളുടെ അടുത്ത് കോളിഫ്ലവർ ഉണ്ടോ? നോ, ഇല്ല. ഐ ഡോണ്ട് നീഡ്, എനിക്ക് ആവശ്യമില്ല. ദോസ് അറ്റ് പ്രസൻറ്റ്. അറ്റ് പ്രസൻറ്റ് എന്ന് വെച്ചാൽ നിലവിൽ അല്ലെങ്കിൽ ഇപ്പോൾ. ഐ ഡോണ്ട് നീഡ് ദോസ് അറ്റ് പ്രസൻറ്റ്. എനിക്കിപ്പോൾ അവ ആവശ്യമില്ല. വി ഓൾറെഡി ഹാവ് ഇറ്റ് അറ്റ് ഹോം. ഓൾറെഡി എന്ന് വെച്ചാൽ നേരത്തെ തന്നെ അല്ലെങ്കിൽ മുൻപേ തന്നെ, ഇതിനകം തന്നെ എന്നൊക്കെയാണ് അർത്ഥം. ഓൾറെഡി ഞങ്ങൾക്കത് വീട്ടിലുണ്ട്. ഡു യു ഹാവ് കോളിഫ്ലവർ? നിങ്ങളുടെ അടുത്ത് കോളിഫ്ലവർ ഉണ്ടോ? ഉണ്ടെന്ന് ഷോപ്പ് കീപ്പർ മറുപടി പറയുകയാണ്, യെസ് മാം. അത് കേട്ട് വീണ പറയുകയാണ്, ഓൾ റൈറ്റ്, ഗിവ് 1 kilo ഓഫ് കോളിഫ്ലവർ. ശരി, 1 കിലോ കോളിഫ്ലവർ തരൂ. ഷോപ്പ് കീപ്പർ വീണ്ടും വീണയോട് പറയുകയാണ്, മാം, ടേക്ക് സം ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ് ആസ് വെൽ. കുറച്ച് ഫ്രഷ് മല്ലിയിലയും എടുക്കൂ. കൊറിയാണ്ടർ ലീവ്സ് എന്ന് പറഞ്ഞാൽ മല്ലിയില. ആസ് വെൽ എന്ന് വെച്ചാൽ അത്രയും തന്നെ അല്ലെങ്കിൽ അതുപോലെ, അതുകൂടാതെ എന്നൊക്കെയാണ് അർത്ഥം. ടേക്ക് സം ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ് ആസ് വെൽ. കുറച്ച് മല്ലിയിലയും എടുക്കൂ. അപ്പോൾ വീണ പറയാണ്, ഓക്കെ, ഗിവ് മീ സം കൊറിയാണ്ടർ ലീവ്സ് ആൻഡ് 100 grams ഓഫ് ഗ്രീൻ ചില്ലീസ്. നൗ വാട്ട് ഈസ് ദ ടോട്ടൽ? ശരി, എനിക്ക് കുറച്ച് മല്ലിയിലയും 100 gram പച്ചമുളകും തരൂ. ഇപ്പോൾ ആകെ എത്രയാണ്? ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞാൽ പച്ചമുളക്. ഗിവ് മീ സം കൊറിയാണ്ടർ ലീവ്സ് ആൻഡ് 100 grams ഓഫ് ഗ്രീൻ ചില്ലീസ്. എനിക്ക് കുറച്ച് മല്ലിയിലയും 100 gram പച്ചമുളകും തരൂ. നൗ വാട്ട് ഈസ് ദ ടോട്ടൽ? നൗ, ഇപ്പോൾ. വാട്ട് ഈസ് ദ ടോട്ടൽ? ടോട്ടൽ എത്രയാണ് അല്ലെങ്കിൽ ആകെ എത്രയായി? ഇതിന് മറുപടിയായിട്ട് ഷോപ്പ് കീപ്പർ പറയാണ്, മാം, 400 rupees ഓൺലി. 400 രൂപ മാത്രം. വീണ കാശ് കൊടുത്തുകൊണ്ട് പറയുകയാണ്, പ്ലീസ് ടേക്ക് ദീസ് 400 rupees. ദയവായി ഈ 400 രൂപ എടുക്കൂ. ഷോപ്പ് കീപ്പർ വീണയോട് നന്ദി പറയുകയാണ്, താങ്ക് യു മാം, പ്ലീസ് കം അഗെയിൻ. പ്ലീസ് കം അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വരിക. ഇനി വീണ മീരയോട് പറയുകയാണ്, ഹൗ ഷാൾ വി ടേക്ക് ഓൾ ദീസ് തിങ്സ് ഹോം? ലെറ്റ്സ് കോൾ ആൻ ഓട്ടോറിക്ഷ. ഇതെല്ലാം എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും? നമുക്കൊരു ഓട്ടോറിക്ഷ വിളിക്കാം. ഹൗ ഷാൾ വി ടേക്ക്?
ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. ഇവിടെ കൊണ്ടുപോകുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹൗ ഷാൾ വി ടേക്ക്, നമ്മൾ എങ്ങനെ കൊണ്ടുപോകും. ഓൾ ദീസ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം. ഹൗ ഷാൾ വി ടേക്ക് ഓൾ ദീസ് തിങ്സ് ഹോം, നമ്മൾ ഇതെല്ലാം എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ലെറ്റ്സ് കോൾ ആൻ ഓട്ടോറിക്ഷ, നമുക്കൊരു ഓട്ടോറിക്ഷ വിളിക്കാം. ഇതിന് മറുപടിയായിട്ട് മീര പറയുകയാണ്, വെൽ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, ശരി അതൊരു നല്ല ഐഡിയ ആണ്, അല്ലെങ്കിൽ നല്ല ആശയമാണ്. ഇനി നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആദ്യത്തെ പാട്ടിൽ മീരയും അത് കഴിഞ്ഞ് ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ കടക്കാരൻ പറയുന്നതും ഞാൻ പറയും. വീണ പറയുന്ന പാട്ട് മാത്രം നിങ്ങൾ പറയുക. അത് പറയാനായിട്ട് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയുക. ദിസ് ഈസ് ദ മാർക്കറ്റ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ. Vegetable shops are in that part of the market. There are 2 or 3 vegetable shops here. Anything else? Ma'am, it's 35 rupees. No ma'am, this is a very cheap rate. Ma'am, 80 rupees per kilogram. Ma'am, all the fruits and vegetables here are fresh. ₹40, ma'am. What else? Ma'am, take brinjal and spinach. These are also fresh. Yes, ma'am. Ma'am, take some fresh coriander leaves as well. Ma'am, 400 rupees only. Thank you, ma'am. Please come again. Well, that's a good idea. ഇനി നേരെ തിരിച്ചാണ് പറയാൻ പോകുന്നത്. വീണ പറയുന്നത് മുഴുവൻ ഞാൻ പറയും, മീര പറയുന്നതും ഷോപ്പ് കീപ്പർ പറയുന്നതും നിങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. I want some vegetables and fruits. Here is one vegetable shop. I want 1 kilo of carrots and 2 kilos of tomatoes. What is the price of this snake god? Isn't it too much? All right, give it to me. What is the rate of mangoes? Give me 2 kilograms of mangoes. Is that grape fresh? Okay, give me 1 kilo of grapes too. Potatoes, onion and cucumber. 2 kilos each. What is the price of beans per kilo? Enough. Nothing else. How much does it all come to? No, I don't need those at present. We already have it at home. Do you have cauliflower? All right, give 1 kilo of cauliflower. Okay, give me some coriander leaves and 100 grams of green chilies. Now what is the total? Please take this 400 rupees. How shall we take all these things home? Let's call an auto rickshaw. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കോൺവെർസേഷൻ വീഡിയോ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.